ഈ മോളുടെ മേൽ വിശ്വാസത്തോടെ കൈവച്ചു, പ്രാർത്ഥിച്ചു. ആ സെക്കൻഡിൽ പനിയും ടെമ്പറേച്ചറും വിട്ടുമാറി. ഇന്ന് സൗഖ്യത്തോടെ ഈ ആരാധനയിൽ വന്നു ചേർന്ന് കരങ്ങളെ ഉയർത്തി. ഹല്ലേലൂയ. ബ്ലസ് യു. സിസ്റ്റർ പേരെന്തുവാ? സൂസമ്മ. 2 മക്കളാ? മോന്റെ പേരെന്താ? രാഹുൽ. മോന്റെ? രോഹൻ. ഈ മകനാണ് മൂക്കിന്റെ അസ്വസ്ഥ വന്നത്. എന്തുവാണെന്ന് പറയാമോ? രാത്രി ഇങ്ങനെ കിടക്കുമ്പോൾ ശ്വാസം പിടിക്കാനായിട്ട് അല്പം ബുദ്ധിമുട്ടായിരുന്നു. എത്ര നാളായി ഇങ്ങനെ ഉണ്ടായിരുന്നു? 4 വർഷമായിട്ടുണ്ട്. ഇത് പുറത്ത് കാണാമായിരുന്നു? മൂക്കില് കാണാമായിരുന്നു. ദശ വളർന്നിരിക്കുന്നത് കാണാമായിരുന്നു? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശുവിന്റെ നാമത്തിൽ എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യനായ യേശുവിന്റെ നാമത്തിൽ ഈ വളർന്നു നിൽക്കുന്ന ദശ ഉരുകി മാറിയിരിക്കാൻ നന്ദി. ഉരുകി മാറിയിരിക്കാൻ നന്ദി. ഉരുകി മാറിയിരിക്കാൻ നന്ദി. ഉരുകി മാറിയിരിക്കാൻ നന്ദി. ചെക്ക് നോക്കിയേ. ഉണ്ടോ അതവിടെ? പോയി. മൂക്കിനകത്ത് എത്രത്തോളം വലുതായി നിന്ന ദശയാ? ചെറുതായിട്ടേ ഒരു ഇത് കുഴി പോലെ ഒരു ചെറിയ ദ്വാരമേ കാണാം. ഇതിനകത്ത് നല്ലോണം അങ്ങേറ്റം വരെ കാണാമായിരുന്നു. ഇവിടെ അടഞ്ഞിരുന്ന ആ ദശ വളർന്നിട്ട് ഭാഗത്തെ തുടർന്ന് ഓക്കെ വരെ കാണാം ഡോക്ടറെ. കാണാം അങ്ങേറ്റം വരെ കാണാം. എനിക്ക് ഈ മൂക്ക് പോലെ ഇത് കാണാം. എനിക്ക് കാണാം. മോനവരോട് പറഞ്ഞ യേശു ജീവിക്കുന്നെന്ന്. ഈ മൂക്കില് ദശ വളർന്നിട്ട് ഈ മൂക്ക് ഫുൾ അടഞ്ഞിരുന്ന ഈ മൂക്കിന്റെ ദ്വാരം കാണത്തില്ലായിരുന്നു. Look at this. അത്ഭുതം ചെയ്ത കർത്താവിന് വായുകൾ തുറന്ന് നന്ദി പറഞ്ഞേ. മോനെ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ മോന്റെ ശരീരത്തിൽ എന്തുവാണ് സംഭവിച്ചെന്ന് പറയാമോ? എനിക്ക് എൻ്റെ ദേഹത്തു നിന്ന് എന്തോ കാറ്റ് പോണൊക്കെ വീശുന്നതും എൻ്റെ ഇത് അകത്തോട്ട് ശരിക്കും വല്ലാത്തതിൻ്റെ കൂട്ട് അനുഭവപ്പെടുകയും ചെയ്തു. ഇപ്പോൾ മോന് നല്ലപോലെ ശ്വാസം വിടാൻ കഴിയുന്നുണ്ട്. മൂക്കിലെ ദശയുടെ അസ്വസ്ഥത എല്ലാം മാറി. ആരാണ് സൗഖ്യമാക്കിയത്? യേശു. മൂക്ക് കാണിച്ചേ.